മുഖ്യാതിഥികളെ, മാതാപിതാക്കന്മാരെ, ടീച്ചർമാരെ, അതുപോലെ കുട്ടികൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു 18 വയസ്സിൽ ഈ നാട് വിട്ടതാണ്. ഒരു 38 വർഷമായിട്ട് അവിടെ അമേരിക്കയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. മലയാള ഭാഷയിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പ്രത്യേകിച്ച് എഴുത്തുകാരിരിക്കുമ്പോൾ ഒരു പേടി എന്തെങ്കിലും പറയാനായിട്ട്. അപ്പോൾ നിങ്ങളോടൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ ഒരു 10-11 വയസ്സിലാണ് എൻ്റെ ഒരു കൂട്ടുകാരിക്കുണ്ടായിരുന്നു, അയലോക്കത്ത് താമസിക്കുന്ന. അവളുടെ പേര് സുഷമ എന്നാണ്. അപ്പോൾ അവളും ഞാനും ഭയങ്കര കൂട്ടാണ്, ഏത് കാര്യത്തിനും ഒരുമിച്ചാണ്. അപ്പം അവരുടെ വീട്ടിലെ വല്യമ്മച്ചി എൻ്റെ വീട്ടിൽ പണിയാൻ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വല്യമ്മച്ചിക്ക് കുറച്ച് അരിയും തേങ്ങയും എല്ലാം ആയിട്ട് എൻ്റെ മമ്മി കൊടുത്തോളും. അപ്പോൾ അവരുടെ വീട്ടിലെ ഇടയ്ക്ക്, സുഷമയുടെ വീട്ടിലെ ഇടയ്ക്ക് ഞങ്ങൾ ഈ കൂട്ട് കളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ വീട്ടിൽ ഉച്ച സമയമാണ് പോയിരിക്കും, ഈ സാറ്റർഡേ സൺഡേ സമയമല്ലോ. അപ്പോൾ പോയിരിക്കുമ്പോൾ അവരുടെ അമ്മ എല്ലാവർക്കും കഞ്ഞി വിളമ്പും. ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടുമൊക്കെ അവർക്ക് കഞ്ഞിയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു തവി ചോറും കുറേ വെള്ളം കൂടി ഇട്ടാണ് ഇതുങ്ങൾക്കെല്ലാം കഞ്ഞി കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് പശുവും ആടും ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി മോരും കൂടെ ഒഴിക്കും, പിന്നെ കാന്താരിയുണ്ട്. അതാണ് മെയിനായിട്ടുള്ള അവരുടെ ഫുഡ്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് പോയി കൂട്ടുകാരിയുടെ കൂട്ടത്തിൽ പോയിരിക്കുമ്പോഴത്തേക്ക് അത് കഴിക്കാനൊരു സുഖം. കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവരെനിക്ക് ഈ വെള്ളവും ഇതും കൂടിയിട്ട് കഴിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയി മമ്മിയോട് ചോദിച്ചു, ഇവരുടെ വീട്ടിൽ എന്ത് എപ്പോഴും ഈ വെള്ളവും ഇട്ട് എടുക്കുന്നത്, നമ്മളൊക്കെ ചോറല്ലേ കഴിക്കുന്നത്. അപ്പോഴാണ് മമ്മി പറയുന്നത്, അവർക്ക് അരി ഇല്ലാത്തത് കൊണ്ട് എല്ലാവരെയും തികയ്ക്കേണ്ടത്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ മമ്മിയോട് ചോദിച്ചു, എന്ത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ അരി ഉണ്ടല്ലോ, എന്ത് അവർക്ക് കുറച്ചങ്ങ് കൊടുത്താലില്ല. അപ്പം പറഞ്ഞു, അവർ പണി ചെയ്യുമ്പോൾ അവർക്ക് അതിന് കൊടുക്കുക, അപ്പം അങ്ങനെ എങ്ങനെയാണ് നമ്മളെങ്ങനെ മുഴുവനായിട്ട് അരി അവർക്ക് കൊടുക്കുന്നത്, അപ്പം നമുക്കും വേണ്ടിയെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബുദ്ധിയിൽ കുറേ അന്നൊട്ടേ ഞാനൊരു നോട്ട് ചെയ്യായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, എൻ്റെ വീട്ടിലിരിക്കുന്ന ഭരണിയിൽ കുറച്ച് അരി അവർക്ക് കൊടുത്താലില്ല. അമ്മ അറിയണ്ടല്ലോ, അമ്മയുടെ ചോദിച്ചതരിയല്ലോ. അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഈ സഞ്ചിക്കകത്തൊരു ചെറിയ ബാഗിനകത്ത് കുറേ അരി എൻ്റെ ബാഗിനകത്ത് വെക്കും. പിള്ളേരാരും ഇത് കണ്ടുപിടിക്കല്ലേ, പക്ഷെ എന്നാലും ഞാൻ പറയല്ലേ, എൻ്റെ ബാഗിനകത്തൊരു പൊതി വെക്കും. ഇവള് സ്കൂളിൽ വരുമ്പം ഇവിടെ കയ്യിൽ ബാഗൊന്നുമില്ല, പുസ്തകമാണ്. ഇതെങ്ങനെയാണ് അവൾക്കിടെ കയ്യിൽ കൊടുക്കുന്നത്, അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി പിടിക്കില്ലേ. അപ്പോൾ ഞങ്ങളൊരു പണി ചെയ്ത്, ഇവൾ വീട്ടിൽ വന്ന് കഴിയുമ്പം ഓടി എൻ്റെ അടുത്ത് വരും, അവിടെ അമ്മ അവിടെ ഉണ്ടോ ഇല്ലോ എന്നറിയാൻ. അവിടെ അമ്മ ഇല്ലെങ്കിലല്ലേ എനിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അവിടെ അമ്മ ഈ നഴ്സറി സ്കൂളിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പനാണ് 24 മണിക്കൂറും തണ്ണി, എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ഈ കുട്ടികളെയൊക്കെ വളർത്തുകയും ചെറിയ ശമ്പളങ്ങളും ലെഫ്റ്റ് ഓവർ കിട്ടിയ ഉപ്പുമാവൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതും അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് കഴിക്കുന്ന ആളാണ്. അതൊരു സുഖമാണ് കഴിക്കാൻ, നമുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതും വെറും ഒരു 10-11 വയസ്സിലാണ് ഞാൻ ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അച്ഛൻ പേടിക്കണ്ട കേട്ടോ, ഞാൻ കുമ്പസാരമൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. സിസ്റ്റർമാർ ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്, കാരണം ഞങ്ങൾ അച്ഛനുള്ള ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അത് കാരണം കുമ്പസാരിക്കണം, പള്ളിയിൽ പോകണം എന്നുള്ളൊരു ഭയങ്കര ചിട്ടയായിരുന്നു. ഒരു 40 വർഷം മുമ്പത്തെ കഥയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 18 വയസ്സിൽ അമേരിക്കയിൽ പോയി. സുഷമ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പഠിക്കാൻ ഫർദർ പഠിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുക. അന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റിയല്ല, ഫോൺ കണ്ടിട്ട് ഒക്കെ വിളിക്കാൻ പറ്റുള്ളൂ അമേരിക്കയിൽ. ഞാൻ അമേരിക്കയിൽ പോയതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ റെസ്പിറ്റോറി തെറാപ്പിസ്റ്റ് എന്നുള്ളൊരു 2 വർഷത്തെ കോഴ്സ് എടുത്തു. 21 വയസ്സിൽ എനിക്ക് ജോലിയായി. അപ്പോൾ ഇവൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ ആദ്യത്തെ ശമ്പളം അവൾക്ക് കൊടുത്ത് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. 3 വർഷം അവൾ പഠിച്ചു. ഇന്ന് അവൾ ലണ്ടനിലാണ്. അവളുടെ ഭർത്താവും 4 മക്കളുമായിട്ട് ജീവിക്കുന്നു. പിന്നെ അവൾ അവളുടെ സഹോദരങ്ങളെ വലുതാക്കി വലിയ വീട് പണിതു സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പം ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ പുണ്യപ്രവർത്തനം തുടങ്ങുന്നത് അന്ന് തൊട്ട് ഒരു 10-11 വയസ്സിൽ. പിന്നെ ഞങ്ങൾ അച്ഛനും കന്യാസ്ത്രീകളൊക്കെ ഉള്ള കുടുംബമായതുകൊണ്ട് ഞങ്ങൾ വേണ്ടേ പുണ്യപ്രവർത്തിക്ക് മുന്നിൽ നിൽക്കാൻ, അങ്ങനെയുള്ള ഒരു പാരമ്പര്യം കൂടി ഉണ്ട്. അപ്പം അതിൽ നിന്നുണ്ടായതാണ്. അപ്പം എൻ്റെ ഈ കൊച്ചു മക്കളോടും പറയാനുള്ളത്, നിങ്ങൾ എഴുതിയ ഓരോ എഴുത്തും ഇതുപോലെ വലിയവരിലേക്ക് എത്തട്ടെ. അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ
അപ്പോൾ ഈ എഴുത്ത് കിട്ടിയതിന് ശേഷമാണ് ഞാൻ അച്ചപ്പ പരിപാടി തുടങ്ങിയത്. അച്ചപ്പം ഉണ്ടാക്കി വിറ്റു, അതായത് ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ വിത്തുകൾ, ഈ വെജിറ്റബിൾ കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുള്ള, ഞാനൊരു കൃഷി ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പം വിത്തുകൾ ഇങ്ങനെ മുളപ്പിച്ച് ചെറിയ ചെടിയായിട്ട് $5-10 വീതം ഓരോരുത്തർക്ക് വിൽക്കും. അപ്പോൾ അവർ ചെറിയ ചെറിയ പൈസകളൊക്കെ ആയിട്ട് നമുക്ക് തരും. അപ്പം അങ്ങനെ നിങ്ങൾ എഴുതിയ ആ എഴുത്തിൻ്റെ പവറിലാണ് ഞങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങി ഫണ്ട് റേസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ശക്തി. അപ്പം എത്രയൊക്കെ പറഞ്ഞാലും ആ മക്കൾക്ക് കൺഗ്രാജുലേഷൻസ്. അതുപോലെ തന്നെ ഈ വിജ്ഞാന ദീപം സ്കോളർഷിപ്പിന് അർഹരായ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ പുണ്യത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഒരു ഫേസ്ബുക്കിൽ കൂടെ മെസ്സേജ് വന്ന് അതിൽ കൂടിയാണ് ഞാൻ രാജ ടീച്ചറുമായിട്ട് ഈ പുണ്യം എന്നൊരു ആരംഭത്തിലേക്ക് ഞാൻ കയറുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും അതുപോലെ ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്. നന്ദി, നമസ്കാരം.